ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ചില മുന്നറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവ സത്യവും യാഥാർത്ഥ്യവുമാണെന്ന വെളിപ്പെടുത്തലോടെ പ്രശസ്ത ഭൂതോച്ചാടകൻ ഫാദർ ഫ്രാൻസിസ്കോ ലോപ്പസ് സെഡാനോ നൽകുന്ന ചില മുന്നറിയിപ്പുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതുണ്ട്. ഹോളി സ്പിരിറ്റ് സഭാംഗമായ ഈ മെക്സിക്കൻ വൈദികന്റെ 40 വർഷത്തെ ഭൂതോച്ചാടന ശുശ്രൂഷയ്ക്കിടെ 6000 പൈശാചിക ബാധകൾ അദ്ദേഹം ഒഴിപ്പിച്ചിട്ടുണ്ട്. പിശാചുക്കൾ ക്രിസ്തുവിന്റെ ഈ പുരോഹിതനെ വളരെയധികം ഭയപ്പെടുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വിറകൊള്ളുകയും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പിശാചില്ലെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. അത് പിശാചിന്റെ തന്നെ വലിയ തന്ത്രമാണ്. മറഞ്ഞിരുന്ന് പ്രവർത്തിക്കാനാണ് അവന് താല്പര്യം. എന്നാൽ സാത്താൻ എന്നത് അന്ധവിശ്വാസമോ വെറും തോന്നലോ മിഥ്യയോ അല്ല, യാഥാർത്ഥ്യമാണെന്ന് ഫാദർ ലോപ്പസ് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഭൂതോച്ചാടനം നടത്തുന്ന അവസരങ്ങളിൽ ഈ ഫാദർ പിശാചിനോട് നേരിട്ട് സംസാരിക്കാറുണ്ട്. അതിനാൽ തന്നെ തിരിച്ചറിയണം, അവൻ വ്യക്തിയാണ്, വസ്തുവല്ല. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് ശത്രുവായ സാത്താന്റെ പ്രധാന ലക്ഷ്യം. ദൈവമക്കളായ നമ്മെ ദൈവത്തിനെതിരാക്കുകയോ ദൈവമില്ലെന്ന് വിശ്വസിപ്പിക്കുകയോ ചെയ്യും. അതുവഴി മനുഷ്യനെ സമ്പൂർണ്ണ നാശത്തിലെത്തിക്കുന്നതുവരെ അവൻ തന്ത്രപൂർവം വിശ്രമരഹിതനായി അധ്വാനിക്കും. നമ്മെ ഭയപ്പെടുത്താനാണ് പിശാച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോളൂ, ഭയം നമ്മിൽ ജനിപ്പിക്കുന്നത് എപ്പോഴും പിശാചിന്റെ ഒരു തന്ത്രമാണ്. അലസത, ക്ഷീണം, അവിശ്വാസം, നിരാശ, വിദ്വേഷം തുടങ്ങി എല്ലാ നെഗറ്റീവ് ചിന്തകളും സാത്താന്റെ സൃഷ്ടിയാണെന്ന് മറക്കാതിരിക്കുക. ഒരു വ്യക്തി അനുവദിക്കുന്നതുകൊണ്ടാണ് തിന്മ അയാളിൽ പ്രവേശിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ സാത്താനു വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നതുകൊണ്ടാണ് അവൻ ഉള്ളിലെത്തുന്നത്. അവന് നമ്മുടെ അടുത്തു വരാൻ ധൈര്യമില്ല. എന്നാൽ നമ്മിലെ എല്ലാവിധ തിന്മകളും വെറുപ്പും നീരസവും തുടങ്ങി അവന് ഇഷ്ടമുള്ളവയൊക്കെ നമ്മുടെ അകത്ത് കടക്കുന്നതിനായി തുറക്കപ്പെട്ട വാതിലുകളാണ് നമ്മൾ ഓരോരുത്തരും. നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുവെന്ന് വിശ്വസിപ്പിക്കുന്നതും വലിയ നുണയാണ്. ജാലവിദ്യ, വാരഫലം നോക്കൽ, അന്ധവിശ്വാസം, മന്ത്രവാദം, ഭാവി പ്രവചനം, അതുപോലെ ഒക്കൾട്ട്, ന്യൂ ഏജ്, മരിച്ചവരുടെ ആത്മാക്കളോടുള്ള സംഭാഷണം തുടങ്ങിയവയിൽ നിന്നെല്ലാം അകന്നു നിൽക്കണം. ഇവയിലൂടെയെല്ലാം തിന്മയുടെ ശക്തികളെ ഒരുവൻ തൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഈ പിശാച് ബാധിച്ചവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? പിശാച് ബാധിതരെ തിരിച്ചറിയാൻ കഴിയുന്ന പ്രകടമായ ചില പ്രത്യേകതകളുണ്ട്. അവർ ചിലപ്പോൾ ഉറക്കെ നിലവിളിക്കും, അലറും, നായയെപ്പോലെ കുരയ്ക്കും, പാമ്പിഴയുന്നതുപോലെ ഇഴയും, പലതരത്തിൽ ഭാഷകളിൽ സംസാരിക്കും. ഇങ്ങനെ 1000ഓളം ലക്ഷണങ്ങൾ കാണിച്ചേക്കാം. കൂടാതെ ദൈവത്തെ തള്ളിപ്പറയുക, നിഷേധിക്കുക, വിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിക്കുക, ദൈവവചനം കേൾക്കുമ്പോൾ വിദ്വേഷത്താൽ നിറയുക തുടങ്ങിയവയും ലക്ഷണങ്ങളാണ്. ചില വേദനകളും രോഗലക്ഷണങ്ങളും സാത്താൻ ബാധയുടെ അടയാളങ്ങളാകാം. എല്ലാം അല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. വൈദ്യശാസ്ത്ര പരിശോധനകളിൽ ഇത്തരക്കാരിൽ യാതൊരു രോഗവും ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം സാത്താൻ വൈദ്യശാസ്ത്രത്തിനും അപ്പുറം നിലകൊള്ളുന്ന യാഥാർത്ഥ്യമാണ്. ഭൂതോച്ചാടകന്റെ കഴിവ് മൂലമല്ല പിശാചുക്കൾ ഒഴിഞ്ഞു പോകുന്നത്, മറിച്ച് ദൈവത്തിന്റെ ശക്തിയാലാണ്. ഏക സത്യദൈവമായ യേശുക്രിസ്തുവിന്റെ അധികാരത്തിനു മുൻപിൽ ഒരു തിന്മയ്ക്കും നിൽക്കാനാകില്ല. രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക, ദൈവവചനം പ്രഘോഷിക്കുക, പഠിപ്പിക്കുക തുടങ്ങിയ അധികാരങ്ങൾ ക്രിസ്തു പൗരോഹിത്യത്തിലൂടെ ഓരോ പുരോഹിതനും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക പരിശീലനം ലഭിച്ച വൈദികരെ ഔദ്യോഗിക ഭൂതോച്ചാടകരായി കത്തോലിക്ക സഭ നിയോഗിച്ചിരിക്കുന്നത്. പോണോഗ്രാഫിയുടെയും അശുദ്ധിയുടെയും അധികരിച്ച വ്യാപനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഒക്കൾട്ട്, ന്യൂ ഏജ് മൂവ്മെന്റുകൾ എന്നിവയെല്ലാം ഇക്കാലഘട്ടത്തിൽ ഭൂതോച്ചാടകരുടെ ശുശ്രൂഷ വളരെയധികം അനിവാര്യമാണ് എന്നത് ചൂണ്ടിക്കാണിക്കുന്നു.